ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. ഹോം ഗ്രൗണ്ടിൽ ജംഷഡ്പൂർ എഫ്സിയെ 2-0 വീഴ്ത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് കരുത്തു തെളിയിച്ചത്. തുടർച്ചയായ പരാജയങ്ങൾക്കും പഴികേൾവികൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. വിരലിൽ എണ്ണാവുന്ന കാണികളെ സാക്ഷിയാക്കി ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ വീഴ്ത്തിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സ്കോർ ബോർഡ് ഉയർത്തിയത്. 12ാം മിനിറ്റിൽ മലയാളി താരം നിഹാൽ സുധീഷാണ് ആദ്യ ഗോൾ വീഴ്ത്തിയത്. തുടർന്ന് 37 മിനിറ്റിൽ വിപിൻ മോഹനന്റെ അത്യുഗ്രൻ ഗോൾ. പുതിയ പരിശീലകന്റെ വേറിട്ട തന്ത്രങ്ങളും ആക്രമണ രീതികളും ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഊർജ്ജം നൽകുന്നുണ്ടെന്ന് നിഹാൽ സുധീഷ്. കഴിഞ്ഞ 3 കളി നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. കോച്ച് വന്നതിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. ഇനിയുള്ള മാച്ചസും നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. അത് എല്ലാ കളിയും ഞങ്ങൾ ഇതുപോലെ തന്നെ കളിക്കാൻ നോക്കും. ഗോൾ അടിക്കാൻ അറ്റാക്കിംഗ് സ്റ്റൈൽ. അപ്പോൾ നല്ലവരെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പുള്ളി നല്ല കോൺഫിഡൻസ് തന്നിട്ടുണ്ട് പ്ലേയേഴ്സിനായാലും. ഇപ്പോൾ എനിക്കായാലും കറക്റ്റ് പൊസിഷനിൽ വരാനും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു അറ്റാക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് പുള്ളി വന്നതിൽ. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനക്കാരെ പരാജയപ്പെടുത്തിയതോടെ ആരാധകരും വലിയ ആവേശത്തിലാണ്. കുറേ നാളായി ഒരു വിജയമില്ല. ഈ നമ്മൾ സ്റ്റേഡിയത്തിൽ വന്നിട്ട് പോലും നിരാശയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റേഡിയത്തിൽ വരികയും ആ ജയം നമുക്ക് ഭയങ്കര ഒരു ഉണർവാണ് തന്നത്. അപ്പം ഇനിയും കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ജയത്തോടെ അപ്പം കോച്ചിനോടും അതുപോലെ തന്നെ ഒരുപാട് അഭിമാനമുണ്ട്. ഈ ജയം ഇവിടെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര അഭിമാനമുണ്ട്. അപ്പം ആരാധക ബഹിഷ്കരണവും കാണികളുടെ കുറവും നിലനിൽക്കുമ്പോൾ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ നേടിയ ഈ വിജയം ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാണ്. വരുന്ന മത്സരങ്ങളിലും ടീം ഇതേ ഫോം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.